തൊണ്ണൂറ്റിയെട്ടാമത് അക്കാഡമി അവാർഡ്സ് അഥവാ ദി ഓസ്കേഴ്സ് മാർച്ച് 15 ഡോൾബി തിയേറ്ററിൽ ഞായറാഴ്ച ഹോളിവുഡിൽ നടക്കാൻ പോവുകയാണ്. ഒരുപാട് പ്രതീക്ഷകൾ, ഒരുപാട് സിനിമകൾ, ഒരുപാട് സംവിധായകരൊക്കെ തന്നെ നിരനിരയായി നിൽക്കുകയാണ്. പ്രതീക്ഷ അർപ്പിക്കുന്ന കുറച്ചധികം സിനിമകളുണ്ട്, പ്രഡിക്ഷൻ ലിസ്റ്റിൽ മുൻപതിൽ നിൽക്കുന്ന സിനിമകളുണ്ട്. അവരെല്ലാവരും അവാർഡ് അർഹരാകുമോ ഇല്ലയോ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട മുഹൂർത്തം കൂടിയാണ് മാർച്ച് 15 വരുന്നത്. 2025 ഫിലിംസ് ആർ ഗോണ ബി ഓണേർഡ്. എന്തായാലും ആ സിനിമകളെ സംബന്ധിച്ചിടത്തോളം മുൻപതിയിൽ നിൽക്കുന്നത് ആരാണ്, കിട്ടേണ്ടത് ആർക്കാണ് എന്നൊക്കെ സംബന്ധിച്ച് നമുക്കൊരു ചെറിയ രീതിയിൽ ഒരു അനാലിസിസുമായിട്ട് മുന്നോട്ട് പോകാം. നമ്മൾ പലരും കണ്ടിട്ടുള്ള സിനിമകളാണ്. ഇപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ചില സിനിമകൾ IFFK പ്രദർശിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതിലും കാണാം. അല്ലാണ്ട് കമേഴ്ഷ്യലി നല്ല രീതിയിൽ സക്സസ് ആയിട്ടുള്ള ഇപ്പോഴും ആളുകൾ റിപ്പീറ്റ് അടിച്ച് വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകൾ ഉൾപ്പെടെ അതിനകത്ത് വരുന്നുണ്ട്. സോ ലെറ്റ്സ് ചെക്ക് ദ കാറ്റഗറീസിലേക്ക് പോകുന്നതിന് മുമ്പ് കോമൻ ഒബ്രയൻ കഴിഞ്ഞ വർഷത്തെ അതേ ഹോസ്റ്റ് തന്നെയാണ് ഇത്തവണയും അക്കാഡമി അവാർഡ്സ് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോമൻ ഒബ്രയൻ വരികയാണ്. കഴിഞ്ഞ തവണ അദ്ദേഹത്തിൻ്റെ കുറച്ച് ഹ്യൂമറസ് ആയിട്ടുള്ള പരിപാടികളൊക്കെ തന്നെ നല്ല രീതിയിൽ വർക്കായതുകൊണ്ട് തന്നെ അദ്ദേഹം തിരിച്ച് ഓൺ ബോർഡിലേക്ക് വരികയാണ്. ആൻഡ് നമുക്ക് പ്രൈഡ് ആവാൻ, നമുക്ക് കുറച്ചുകൂടെ അഹങ്കരിക്കാൻ പ്രിയങ്ക ചോപ്ര വിൽ ബി പ്രസൻറ്റിംഗ് ദി 98th അക്കാഡമി അവാർഡ്സ് എന്നതും കൂടി വരുന്നുണ്ട്. റോബർട്ട് ഡൗണി ജൂനിയറും അനെ ഹതവേയും കൂടി ചേർന്നുകൊണ്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അഭിമാനിക്കും, പ്രിയങ്ക ചോപ്രയാണ് പ്രസൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇന്ത്യൻ ടൈം രാവിലെ 4:30 ഇത് ആരംഭിക്കുന്നത് എന്നതും കൂടി. ബ്രോഡ്കാസ്റ്റ് ലൈവ് ആയിരിക്കും. അതിൻ്റെ റിപ്പീറ്റ് രാത്രി 9:30 ഉണ്ടാകും. ജിയോ ഹോട്ട്സ്റ്റാർ ഉൾപ്പെടെ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സോ ഇന്ത്യൻ ഓഡിയൻസ് സ്റ്റാർ മൂവീസ് വഴിയും ആസ് ഓൾവേസ് ആൻഡ് ജിയോ ഹോട്ട്സ്റ്റാർ വഴിയും ഓസ്കർ പരിപാടികൾ കാണാം എന്നുള്ളതും കൂടി അവർ അറിയിക്കുന്നുണ്ട് രാവിലെ 4:30. നൗ കാറ്റഗറീസ് പരിശോധിക്കാം. ഇത്തവണ ഏവരും ഉറ്റുനോക്കുന്നത് ഒരുപക്ഷെ 3 സിനിമകൾക്കായിരിക്കും. അതിൽ മുൻപന്തിയിൽ നിൽക്കാൻ പോകുന്നത് സിന്നേഴ്സ് എന്ന സിനിമയായിരിക്കും. പ്രഡിക്റ്റഡ് ഏകദേശം ഒരു 6 to 7 അവാർഡ്സ് സിന്നേഴ്സിന് കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. ഫ്രാങ്കൻസ്റ്റൈനും വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറും തമ്മിൽ ഇങ്ങനെ കട്ടക്ക് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരു പ്രതീക്ഷ ഉള്ളപ്പോൾ തന്നെ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ പ്രൊഡക്ഷൻ കമ്പനീസ് എസ് വെൽ. വാർണർ ബ്രോസിന് ഏകദേശം ഒരു 11 അവാർഡും നെറ്റ്ഫ്ലിക്സിന് ഒരു 6 അവാർഡും ഒക്കെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. സോ ബെസ്റ്റ് പിക്ചർ കാറ്റഗറിയിൽ നിങ്ങളുടെ മനസ്സിൽ തന്നെ കുറേ അധികം സിനിമകളുണ്ടാവും. അതിനകത്ത് നമുക്ക് ഓരോ ലിസ്റ്റായിട്ട് പോവാം. ഏതൊക്കെ സിനിമകളാണ് ബെസ്റ്റ് പിക്ചർ കാറ്റഗറിയിലുള്ളത്? ഒന്ന് ബ്യൂഗോണിയാണ്, മറ്റൊന്ന് F1 ആണ്, മൂന്നാമത്തെ സിനിമ ഫ്രാങ്കൻസ്റ്റൈൻ, നാലാമത് ഹാംനെറ്റ്, മാർട്ടി സുപ്രീം, വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ, ദ സീക്രട്ട് ഏജന്റ്, സെന്റിമെന്റൽ വാല്യൂ, സിന്നേഴ്സ് ആൻഡ് ട്രെയിൻ ഡ്രീംസ്. ഇങ്ങനെ 10 സിനിമകൾ പ്രധാനമായും എത്തുന്നുണ്ട്. ഈ സിനിമകളിൽ പലതും കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം വാരിയ ഒരു ചിത്രം F1 ആണെങ്കിൽ നല്ല രീതിയിൽ പ്രേക്ഷകരുടെ പ്രതികരണം ഉൾപ്പെടെ കിട്ടിയ ഒരു സിനിമയും കൂടിയാണ് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ, സെൻറ്റിമെൻ്റൽ വാല്യൂ, സിന്നേഴ്സ് ഉൾപ്പെടെയുള്ള സിനിമകൾ. ഇതിന് ഏറ്റവും കൂടുതൽ വിൻ പെർസെൻറ്റേജ് കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യത ഇസ് ഫോർ ദ സിന്നേഴ്സാണ് ഈ ഓസ്കേഴ്സിൽ ഏറ്റവും കൂടുതൽ അവാർഡ്സ് വാങ്ങാനുള്ള സാധ്യതയുള്ളൊരു സിനിമയായിട്ട് കാണുന്നത്. സോ ബെസ്റ്റ് പിക്ചർ കാറ്റഗറിയിൽ സിന്നേഴ്സിനുള്ളൊരു എന്താ പറയുക, ഒരു ധാരണ കുറച്ചുകൂടെ കൂടുതലാണ് എന്ന് വേണം തന്നെ പറയാം. ലെറ്റ്സ് ടേക്ക് ദ സെക്കൻഡ് ഓപ്ഷൻ, സിന്നേഴ്സ് അല്ലെങ്കിൽ ഏത് പടം. ഇറ്റ് വിൽ ബി വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്നുള്ളതാണ് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറും സിന്നേഴ്സും തമ്മിൽ നല്ലൊരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അത് ആർക്കായിരിക്കും കിട്ടുക എന്നുള്ളത് വളരെയധികം ഉറ്റുനോക്കുകയും കൂടെ ചെയ്യുകയാണ്. ഒരു സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന സിനിമ ഇവിടെ IFFK ഉൾപ്പെടെ പ്രദർശിപ്പിച്ചിരുന്ന സമയത്ത് ഗംഭീരമായ പ്രതികരണം സീക്രട്ട് ഏജന്റിന് ഉണ്ടായിരുന്നു. പക്ഷേ ഇസ് സീക്രട്ട് ഏജന്റ് ഇനഫ് ടു ബീറ്റ് സിന്നേഴ്സ് ആൻഡ് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്നൊരു നിർണായകമായൊരു ചോദ്യവും കൂടിയുണ്ട്. സോ ഈ 3 സിനിമകൾ നമുക്കൊന്ന് ടോപ്പ് 3 വെക്കാം. പക്ഷേ ഓഫ്കോഴ്സ് സിന്നേഴ്സ് തന്നെയായിരിക്കും ഫസ്റ്റ് പൊസിഷനിൽ പ്ലേസ് ചെയ്യുക. ബെസ്റ്റ് പിക്ചർ കാറ്റഗറിയിൽ സിന്നേഴ്സിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് സെഗ്മെൻറ്റ്. ബെസ്റ്റ് ഡയറക്ടർ ആരായിരിക്കും എന്നുള്ളത്? പോൾ തോമസ് ആൻഡേഴ്സൺ ഫോർ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ഓഫ് കോഴ്സ്, റയൻ കൂഗ്ലർ കമ്മിങ് ബാക്ക് ആഫ്റ്റർ 3 years ഫോർ സിന്നേഴ്സ്, ജോർജ് സാഫ്ഡി മാർട്ടി സുപ്രീം സിനിമയ്ക്ക്, ജോക്വിൻ ട്രെമർ ഫോർ സെൻറ്റിമെൻ്റൽ വാല്യൂ, ക്ലൂസയാവോ ഫോർ ഹാംനെറ്റ്. ഈ 5 സംവിധായകരായിരിക്കും പ്രധാനമായിട്ടും വരുന്നത്. ആസ് എക്സ്പെക്റ്റഡ് പോൾ തോമസ് ആൻഡേഴ്സണും റയൻ കൂഗ്ലറും തമ്മിലായിരിക്കും ഒരു പ്രധാനപ്പെട്ട കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്നത്. കാരണം സിന്നേഴ്സ്, വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ഇതായിരിക്കും സാധ്യത. പക്ഷേ റയൻ കൂഗ്ലറിനാണ് കുറച്ചുകൂടെ സാധ്യതയായിട്ട് കിടക്കുന്നത്. സോ സിന്നേഴ്സിൻ്റെ സംവിധായകനായ റയൻ കൂഗ്ലറിന് തന്നെയായിരിക്കാം സാധ്യതയായിട്ടുള്ള സാധ്യത. രണ്ടാം സ്ഥാനം നമുക്ക് പോൾ തോമസ് ആൻഡേഴ്സനെ വയ്ക്കാം ഫോർ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്നതും കൂടി വയ്ക്കാം. എന്നാലും ഇതാണ് 2 സാധ്യതകൾ ഉള്ളതായിട്ട് നമുക്ക് കണക്കാക്കുക. സോ ബെസ്റ്റ് പിക്ചർ, ബെസ്റ്റ് ഡയറക്ടർ, ഇനി ബെസ്റ്റ് ആക്ടർ. Best actor Timothy Chalamet for Marty Supreme,
ഉറപ്പായിട്ടും പിന്നെ ഡിക്കാപ്രിയോ ഫോർ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ, എതൻ ഹോക്ക് ഫോർ ബ്ലൂ മൂൺ എന്ന സിനിമയ്ക്ക് വേണ്ടി വരുന്നുണ്ട്, മൈക്കൽ ബി ജോർഡൻ ഫോർ സിന്നേഴ്സ് ആൻഡ് അഞ്ചാമത്തത് വാഗ്നർ മോറ ഫോർ ദി സീക്രട്ട് ഏജൻറ്റ്. ഉറപ്പായിട്ടും നമ്മൾ പറഞ്ഞതുപോലെ പ്രെഡിക്റ്റ് ചെയ്തതുപോലെ 2 പ്രധാനപ്പെട്ട താരങ്ങളാണ് നിൽക്കുന്നത്. ഒന്ന് മൈക്കൽ ബി ജോർഡൻ, മറ്റൊന്ന് ലിയോണാർഡോ ഡിക്കാപ്രിയോയ്ക്ക് നല്ലൊരു കട്ട കോമ്പറ്റീഷൻ മൈക്കൽ ബി ജോർഡൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. സർപ്രൈസുകളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ബെസ്റ്റ് ആക്ടർ വിൽ ബി മൈക്കൽ ബി ജോർഡൻ ഫോർ സിന്നേഴ്സ്. സാധ്യതാ പട്ടികയിൽ തള്ളിക്കളയാൻ കഴിയാത്ത ഒരു വ്യക്തിയായിട്ട് നമുക്ക് തൽക്കാലത്തേക്ക് ഡിക്കാപ്രിയോയെ വെക്കാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഡിക്കാപ്രിയോയെക്കാളും ഒരു പടി മുന്നിൽ എതൻ ഹോക്കിൻ്റെ പേരും കൂടെ വെക്കുന്നുണ്ട് ഫോർ ദ ബ്ലൂ മൂൺ. അപ്പോൾ ഡിക്കാപ്രിയോ തൽക്കാലം നമുക്ക് ഇക്വേഷനിൽ മാറ്റി നിർത്താം. ഇതിന് കൂടുതൽ സാധ്യത മൈക്കൽ ബി ജോർഡനിലേക്ക് തന്നെയാണ് നീങ്ങുന്നത് ഫോർ സിന്നേഴ്സ് സിനിമയ്ക്ക്. ഓക്കെ, എന്തായാലും ആക്ട്രസസിലേക്ക് വരുമ്പോഴേക്കും ജെസ്സി ബക്ലി ഫോർ ഹാംലെറ്റ് ആണ് ഫസ്റ്റ്, റോസി ബ്രയൻ ഇഫ് ഐ ഹെഡ് ലെഗ്സ് ഐഡ് കിക്ക് യു എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട്, കേറ്റ് ഹഡ്സൺ ഫോർ സോങ് സങ് ബ്ലൂ, റെനെ ട്രെയിൻസ്വി ഫോർ സെൻറ്റിമെൻ്റൽ വാല്യൂ ആൻഡ് എമ സ്റ്റോൺ ഫോർ ബിഗോണിയ. ഈ 5 താരങ്ങളാണ് മുന്നിട്ട് നിൽക്കുന്നത്. ആൻഡ് അതിൽ ജെസ്സി ബക്ലിക്ക് ഫോർ ഹാംലെറ്റ് എന്ന സിനിമയ്ക്കാണ് കൂടുതൽ സാധ്യതയുള്ളതായിട്ടുള്ള കണക്കാക്കപ്പെടുന്നത്. കേറ്റ് ഹഡ്സൺ ഫോർ സോങ് സങ് ബ്ലൂവിനും നിൽക്കുന്നുണ്ട്. ജെസ്സി ബക്ലിക്കാണ് ഏറ്റവും കൂടുതൽ ആരാധകർ നിൽക്കുന്നത്. കുറച്ചുകൂടി അവാർഡ് നേടാനുള്ള ശ്രമങ്ങൾ ടു ബി ഓണസ്റ്റ് കിട്ടാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നതും കൂടി എടുത്ത് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഇതാണ് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കോണ്ടൻറ്റേഴ്സ് എന്ന രീതിയിൽ നമ്മൾ ഇന്നത്തെ രീതിയിൽ സംസാരിക്കുന്നത് ഫോർ ഓസ്കേഴ്സ്. അതുകൊണ്ട് തന്നെ 98ാമത് അക്കാഡമി അവാർഡ്സ് ഏവരും ഉറ്റുനോക്കുന്ന അവാർഡ് 2025 ഒരുപാട് രീതിയിലുള്ള സിനിമകളൊക്കെ തന്നെ നമുക്ക് തന്ന ഒരു വർഷവും കൂടിയാണ്. എന്നാൽ അതിൽ ഏറ്റുപിടിക്കാൻ ആര് വരും എന്നുള്ള നിർണായകമായ ചോദ്യമുണ്ട്. F1 ഒരു പക്ഷേ കുറച്ചധികം അവാർഡ്സ് ഇതിൻ്റെ പിന്നണിയിൽ കിട്ടാനുള്ള സാധ്യതകൾ തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അതിൻ്റെ സിനിമാറ്റോഗ്രഫി ഉൾപ്പെടെ ഉള്ളതിന് മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട് F1. അങ്ങനെയുള്ള സാധ്യതകളും കൂടി കണക്കിലെടുത്തുകൊണ്ട് ഓസ്കേഴ്സിൻ്റെ പ്രധാനപ്പെട്ട വേദിയിൽ ഞായറാഴ്ച ആരൊക്കെ ആയിരിക്കും ആ അവാർഡ് നേടാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.